അപ്പോൾ ഓക്കെ ഇപ്പോൾ സമയം കൊണ്ടിരിക്കുകയാണ്. ആദ്യം മൈസൂരിനെ കൊണ്ട് സ്കൂളിൽ വിട്ടിട്ട് നമുക്കൊരു വ്ളോഗ് ഉണ്ട്, ഒരു ഫുഡി വ്ളോഗ്. നമ്മൾ അബി വിളിച്ചായിരുന്നു, അബി ഈ അബി മാറിക്കൊണ്ടിരിക്കുകയാണ്, കുഴപ്പമില്ല. അപ്പോൾ അബി പറഞ്ഞ് രാവിലെ പുഞ്ചക്കരി ഭാഗത്ത് നമുക്ക് പോകാട്ടെ, നല്ല കാപ്പ് കുടിക്കാൻ സ്ഥലമുണ്ട്, ഒരു നാടൻ ഹോട്ടലുണ്ടെന്ന് പറഞ്ഞ്. അപ്പം അങ്ങോട്ട് പോയി വ്ളോഗ് ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ, കണ്ടന്റ് വേണ്ടേ, അത്രേ ഉള്ളൂ. അപ്പോൾ ഓക്കെ പോന്നാ. വൈഫ് ഷൂട്ടിങ് ഇന്ന് ഓണാഘോഷമാണ്, ലാസ്റ്റ് പരീക്ഷയാണ്. ഭയങ്കര മേക്കപ്പ് ആണല്ലോ, ഉള്ള അടിപൊളിയായി ഡ്രസ്സ് അല്ലേ, പട്ടുപാവാട ആൻഡ് നെക്ലസ്, ലിപ്സ്റ്റിക് ഇട്ടാ നീ കൊള്ളാല്ല. ഇന്ന് ഓണസദ്യ ഉണ്ടോ ഷൂട്ടിങ്? അതൊന്നുമില്ലേ? പിന്നെ എന്തിനു പോണത്? പായസം മാത്രമേ തരുള്ളൂ. ശരി, അതൊക്കെ തരണല്ലോ. പായസം കഴിച്ചിട്ട് എത്ര മണിക്ക് വരും? ഓക്കെ ഓ ഷൂട്ടി സമയം കൊണ്ടിരിക്കില്ലേ. ജീവിതത്തിൽ എന്ത് കഷ്ടം വന്നാലും എന്ത് കഷ്ടം വന്നാലും നഷ്ടം വന്നാലും ഓരോ നിമിഷവും ലൈഫ് അടിച്ചു പൊളിക്കണം. കാരണം ഒരൊറ്റ ലൈഫേ ഉള്ളൂ. LAPG ലൈഫ് അമൗണ്ട് കട്ടൊക്കെ നിൽക്കണം അല്ലേ. എന്താ ഞാൻ പോകട്ടാ, ഞാനൊക്കെ പോ. ലിപ്സ്റ്റിക്കാ ഞാൻ പോയിട്ട് കുഴപ്പമില്ല. ലിപ്സ്റ്റിക് ആയാ കുറച്ചിട്ടുള്ളൂ. ശരി ഓക്കെ പോ. സമയം 9:10 അല്ലേ. അപ്പോൾ നമ്മൾ ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നില്ല. പുള്ളിക്കാരൻ നോക്കിയാൽ ഉറങ്ങിക്കാണ് ചാൻസ് ഉണ്ട്, കാരണം നൈറ്റിലാണ് പുള്ളി വർക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ രാവിലെ വരാമെന്നാണ് പറഞ്ഞത്. ശരി ഇപ്പം എന്ത് ചെയ്യാം, പ്ലാൻ മാറ്റിയാലോ? പ്ലാൻ ബി ഉണ്ട്. പ്ലാൻ ബി എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, ആദ്യം ഫുഡ് കഴിക്കാം വീട്ടിൽ പോയിട്ട്. അപ്പോൾ അതാണ് പ്ലാൻ ബി. എന്നിട്ട് തീരുമാനിക്കാം എന്തെന്നുള്ളത്. പോകാം ബാ കമോൺ. ഒരു കാര്യം ചെയ്യാം, ലാസ്റ്റായിട്ട് ഒന്നുകൂടെ വിളിച്ചു പോകാം അബിയെ. വരണമെങ്കിൽ വരട്ട്, ഇല്ലെങ്കിൽ പോകാം. ബാ റിങ് അടിക്കണ്, ഫോൺ എടുക്കണില്ല. നോട്ട് ആൻസറിങ്. ബാ പോ, സമയം കളയണ്ട, പണി 10 ഓഹോ റെയിൽവേ ഗേറ്റ് അടച്ചില്ലല്ലോ. ഇപ്പോൾ തുറന്നേ ഉള്ളൂ കേട്ടോ. നമ്മളെ ലക്ക്. ചില സമയത്തൊക്കെ 15-20 മിനിറ്റ് ആവും, പോസ്റ്റ് ആയിരിക്കും ആ സമയത്തൊക്കെ. ആ സമയമൊക്കെ ഭയങ്കര അത്യാവശ്യമായിരിക്കാം ഇവിടെ പോകാൻ വേണ്ടിയിട്ട്. കറക്റ്റ് നമ്മൾ വരും അടച്ചിലായി. ഓക്കെ വീട്ടിക്ക് വന്നാച്ച്. ഓക്കെ ഇഡ്ഡലി ചമ്മന്തി റെഡി ആയിട്ടുണ്ട്, കഴിക്കാന്നാ. നല്ല വിശപ്പുണ്ട്. അപ്പോൾ കാപ്പി പിടിച്ചിട്ട് നമുക്ക് 2-3 സ്ഥലത്ത് പോകാറുണ്ട്. ആദ്യം വിളിച്ചു വയ്ക്കണം എല്ലാം ഓക്കെ ആണോ കാര്യങ്ങളൊക്കെ, എന്നിട്ടേ പോകാൻ പറ്റുള്ളൂ അങ്ങോട്ടൊക്കെ. അതെവിടെയാണെന്ന് ഞാൻ പിടിച്ചിട്ട് പറയാം. എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട് നിന്നോട്. അതിപ്പോ പറയാൻ കഴിയില്ല. വരട്ടെ. ഇപ്പം അടുത്ത പ്ലാൻ എന്ന് പറഞ്ഞത് എവിടെയെങ്കിലും പോകണ്ടേ, എവിടെ പോകാൻ. ഒരു കാര്യം, കൂട്ടുകാരൻ്റെ പെയിൻറ് ഷോപ്പുണ്ട് തച്ചോട്ടുകാവിൽ, BJ പെയിൻറ്റ്സ്. ഇപ്പോൾ കുറേ ദിവസം കൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പ്രൊമോഷൻ ആണെന്ന് പറഞ്ഞുകൊണ്ട്. എനിക്ക് സത്യം പറഞ്ഞാൽ പോകാൻ പറ്റുള്ള സമയമില്ല. മെയിനായിട്ട് അറിയാലോ, ഇവിടെ അത്ര ജോലിയാണ്, 3 ജോലിയാണ്. സൊമാറ്റോ ജോലി, യൂട്യൂബ്, ഇൻഷുറൻസ് വർക്കുകൾ ചെയ്യാണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കാനുണ്ട് സമയമില്ല. ഇപ്പോൾ ഇന്ന് എന്തായാലും ചുമ്മാ ഇരിക്കില്ലേ, ചുമ്മാ ഇല്ല. ഇന്ന് വേറെ എന്തെങ്കിലും വ്ളോഗ് ചെയ്യണമെന്ന് ഐഡിയ ഉണ്ടായിരുന്നു, അത് നടന്നില്ല. അതുകൊണ്ട് നമ്മൾ ഇങ്ങോട്ട് നേരെ പോവുകയാണ്, പ്ലാൻ ബിയിലോട്ട്. ഇപ്പോൾ നേരെ അങ്ങോട്ട് പോകാം. അപ്പോൾ അവിടുത്തെ കാര്യങ്ങളെല്ലാം കാണിച്ചു തരാം. അവനൊരു ചെറിയ പ്രൊമോഷനാവും, നമുക്കൊരു കണ്ടന്റും ആവും. പിന്നെ പ്രവീൺ ചേട്ടൻ്റെ വീട്ടിൽ പോകണമെന്ന് ഐഡിയ ഉണ്ട്. വിളിച്ച് ചോദിക്കാം ആദ്യം. ഫോൺ ഒരു മിനിറ്റ് അവർ അബി വിളിക്കണം. ഇപ്പോഴാണ് ഉറക്കഴിച്ചാടേ ബെസ്റ്റ്. അതല്ലേ പറയണത്, ഉറക്കമൊക്കെ ഉറങ്ങിയിട്ട് വേണം നമ്മൾ വ്ളോഗ് ചെയ്യാൻ പോകേണ്ടത്. ഇതുപോലത്തെ ക്രിയേറ്റീവ് വർക്കിനൊക്കെ നമ്മൾ നല്ലപോലെ ഫ്രഷ് ആയിരിക്കണം, എല്ലാം കൂടെ നടക്കൂല. വാലൈക്കും സലാം. അമ്രുല്ലദീ ഖുൽതു അന ട്രാൻസ്ഷിപ്മെന്റ് കോൺട്രാക്ട് മാൻ ജബൽ അലി. ഓക്കെ ശരിടാ. ഇപ്പൊ നോക്കി വേറൊന്നുമില്ല, നീ ഇന്ന് വ്ളോഗ് ചെയ്യാൻ പോകണമെങ്കിൽ തലേദിവസം ഉറങ്ങിയിരിക്കണം. എല്ലാം നീ ഭയങ്കര പാടായിരിക്കും വ്ളോഗ് ചെയ്യാൻ, എനിക്കൊന്നും മൈൻഡിൽ വരില്ല. കുഴപ്പമില്ല. ശരി 6 കോടി പേരുകളിൽ ഒരുവൻ. ഓക്കെ ബൈസൺ പോന്നാ. എന്നൻപേ ആറുയിരേ നീയേ. ഗ്ലൗസ് ഉണങ്ങിയാ? ഉണങ്ങി, കുഴപ്പമില്ല. ഇടയ്ക്കിടയ്ക്ക് നല്ല വെയിൽ പറഞ്ഞു, ഇടയ്ക്കിടയ്ക്ക് മഴക്കോട് വന്നു. ഉഷാറില്ല, എന്ത് പറ്റി സുവിശേഷ, നല്ലൊരു വൈബ് ഇല്ലല്ലോ. മണി പോട്ടെ, സമയമായി പോയിട്ടേ. ഓക്കെ പേഴ്സ് ഫോൺ മാത്രം എടുത്തുള്ളൂ, വേറെ ഒന്നും ആവശ്യമില്ല. ഓക്കെ പോന്നാ. ഓക്കെ നമ്മൾ ഐശ്വര്യമായിട്ട് വീട്ടിൽ നിന്ന് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ നേരെ പോകുന്ന സ്ഥലം എന്ന് പറയുന്നത് തച്ചോട്ടുകാവ്. ഇവിടെ നിന്ന് ഒരു 5 അല്ലല്ലോ, എത്ര വരും, ഒരു 6.5 കിലോമീറ്റർ ദൂരം വരും അല്ലേ. ദൂരമുണ്ട് കുറച്ച്. മണി ഇപ്പോൾ കാരണം 11 മണി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇന്നത്തെ കാലാവസ്ഥ പറഞ്ഞാൽ നല്ലൊരു വെയിലുണ്ട്, അതേ സമയത്ത് ഒരു ഭയങ്കര ഒരു മഴക്കോളുണ്ട്. ആ മഴ പെയ്യാൻ ചാൻസ് മിക്കവാറും കൂടുതലാണ്, കാരണം കഴിഞ്ഞ ഒരു 2 ആഴ്ച കൊണ്ട് ഭയങ്കര വെയിലായിരുന്നു. അപ്പോൾ ആ വെയിലുള്ള മഴ എന്തെങ്കിലും പെയ്തല്ലേ പറ്റൂ. അപ്പോൾ റെയിൻകോട്ട് എടുത്തില്ല, നനയാണെങ്കിൽ നനയാ, അല്ലെങ്കിൽ ഒതുങ്ങി, അത്ര തന്നെ, വേറെ വിഷയമൊന്നുമില്ലല്ലേ. ഇപ്പോൾ ഇന്നത്തെ കണ്ടത് ഇതൊക്കെ തന്നെ. വൈഫിനെ കൊണ്ട് സ്കൂളിൽ വിട്ട്, പിന്നെ പെയിന്റിംഗ് ഷോപ്പിലെ പ്രൊമോഷൻ, പിന്നെ പ്രവീൺ ചേട്ടൻ പുതിയ ബൈക്ക് എടുത്തിട്ടുണ്ട്. ആ ബൈക്കിൻ്റെ പേരെന്തോന്ന്, എന്തോ ബൈക്ക് അത്, ആ ബൈക്ക് ജാവയുടെ ബൈക്കാണ്, ജാവ ബോബർ അന്ന് പറഞ്ഞായിരുന്നു. 6 കോടി പേർകളിൽ ഒരുവൻ അടിയേൻ തമിഴൻ നൻപൻ. മോള് കണ്ടാ മേഘം? എൻ്റെ അമ്മോ, ഒരു കിടിലം മഴ കേട്ടാ. മിക്കവാറും അങ്ങോട്ട് മഴയായിരിക്കും ഏറ്റിങ്ങനെ ഭാഗത്തൊക്കെ. ഇപ്പോൾ ഓണക്കാലം വന്നിട്ടുണ്ട്, നല്ലപോലെ ഇനി ഓണം വൈബാരി അങ്ങോട്ട് ഫുള്ളായിട്ട്. രാമേന്ദ്ര പോത്തിസിൽ എന്തൊരു ആൾക്കാർ അങ്ങോട്ട് കയറാൻ പറ്റുള്ളൂ. എൻ്റെ അമ്മോ എന്തൊരു തിരക്ക്. ദിസ് ഈസ് മൈ ഫേവറേറ്റ് സ്പോട്ട്. ഇഷ്ടം പോലെ മരങ്ങൾ, തണൽ, വൈബ് ഉണ്ട്, അടിപൊളി. എല്ലാ വ്ളോഗിലും പറയൂ. വരേവാ
ഓക്കെ, കട എത്തിയാ? എത്തിയില്ല. കുറച്ചുകൂടെ അങ്ങോട്ട് പോകണം. തച്ചോട്ടുകാവല്ലേ, തച്ചോട്ടുകാവ് ജംഗ്ഷനിലാണ് പറഞ്ഞത്. ഇവിടെ നിന്ന് 500 മീറ്റർ ദൂരമേ ഉള്ളൂ. തറേ ലൈറ്റായിട്ട് മഴ പൊടിയുന്നുണ്ട്. നമ്മൾ ആദ്യം കടയിൽ പൊയ്ക്കോട്ടെ, എന്നിട്ട് കുറച്ചോ കുഴപ്പമില്ല. ഇപ്പം നനയാൻ വയ്യ ഒന്നാതെ. ഫ്രഷ് ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതിനെ VJ പെയിൻറ്റ്സ് ആൻഡ് ഹാർഡ്വെയർ. അതിനെ കാറ്റ്. അപ്പോൾ ഇതാണ് നമ്മളെ വിപിൻ. പുള്ളിയുടെ പേര് ഫുൾ നെയിം വിപിൻ VJ. അതാണ് VJ പെയിൻറ്റ്സ് നോക്കുന്നത് അല്ലേ? ആ ഫോൺ വെയിറ്റ്. ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മളെ വിപിൻ VJ ഫുൾ ഫോം പറയടാ. VJ നമ്മളെ ഇനീഷ്യലാണ്. അച്ഛനും അമ്മയുടെ പേരാണ്? പപ്പയുടെ പേരാണ്? പപ്പയുടെയും അമ്മയുടെയും പേരില്ല. അങ്ങനെയാണ് വെച്ചിരിക്കുന്നത് VJ പെയിൻറ്റ്സ്. ഇപ്പോൾ ഇത് വിപിൻ്റെ അനിയൻ ബിജോയ്. അപ്പോൾ ഇവരാണ് മുതലാളികൾ. ഇത് മൂത്ത മുതലാളി, ഇത് ഇളയ മുതലാളി. അപ്പോൾ ഇവിടെ ആരെ കൊണ്ട് വർക്ക് ചെയ്യാൻ? രണ്ടുപേരല്ലേ? പുള്ളിക്കാരൻ്റെ വൈഫാണ് ഇവിടെ ബില്ലടിക്കുന്ന കാര്യങ്ങളൊക്കെ അല്ലേ? സൂപ്പർ. അപ്പോൾ എല്ലാവരും നിങ്ങൾ ആളാകുമ്പോഴേ വേറെ വിഷയം ഉണ്ടാവില്ല. ഇവിടെ കണക്കൊക്കെ കറക്റ്റ് ആയിരിക്കും. ഇപ്പോൾ എങ്ങനെ പോകണം വർക്കും കാര്യങ്ങളൊക്കെ? കുഴപ്പമില്ല. ഓണം അല്ലേ, ഒരു സെയിൽസ് എന്തായാലും. എന്തൊക്കെയാണ് പറയാൻ പോണത്? എനിക്ക് സത്യം പറഞ്ഞ ഒരു ഐഡിയ ഇല്ല ഇതിനെപ്പറ്റി. ഇവിടെ മെയിൻ ആയിട്ട് എന്താണ് പ്രോഡക്റ്റ് പെയിന്റ്, ഡെക്കറേറ്റീവ് എന്ന് പറഞ്ഞാൽ വീട്ടിലടിക്കുന്ന പെയിന്റ്സ് മാത്രം. അടിക്കുന്ന വേറെയാണ്. ഓക്കെ. അപ്പോൾ എന്തൊക്കെ പെയിന്റ്സ് ഉണ്ട് ഇവിടെ? വീട്ടിലടിക്കുന്ന പെയിന്റ്സ് മാത്രം. നമ്മൾ മെയിൻ ആയിട്ട് ഏഷ്യൻ, ബർജർ, പിന്നെ ബിർള ഓപ്പസ്. അതിന്റെ മോണിറ്ററിംഗ് ഡീലർഷിപ്പ് ഉള്ളത്. ഓക്കെ. അല്ലാതെ ബാക്കിയുള്ള എല്ലാ MRFന്റെയും ബാക്കിയുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട്. അക്സസറീസ് എല്ലാം ഉണ്ട്. പെയിന്റിങ്ങിന് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനവും. അപ്പോൾ ഓക്കെ. അപ്പോൾ നമ്മൾ ആൾക്കാർ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഡിസ്കൗണ്ട് ഉണ്ടോ? ഉറപ്പായിട്ടും ഡിസ്കൗണ്ട് ഉണ്ട്. അപ്പോൾ ആർക്കെങ്കിലും പെയിൻറ്റ്സ് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ അടുത്ത് വരിക. VJ പെയിൻറ്റ്സിലോട്ട് തച്ചോട്ടുകാവ് ജംഗ്ഷനിലാണ് പറഞ്ഞത് ലൊക്കേഷൻ. ആണെന്നുണ്ടെങ്കിൽ മറ്റേ താഴെ കൊടുത്തേക്കാം മാപ്പ് ലൊക്കേഷൻ. വന്നു കഴിഞ്ഞ് കുറച്ച് ഡിസ്കൗണ്ട് വരും. പിന്നെ നമ്മളെ പയ്യന്മാർ ഇവരൊക്കെ മനസ്സിലായി, നമ്മൾ കൂട്ടുകാരന്മാർ പഴയ വ്ളോഗിലുണ്ട്, നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പോൾ നിങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ആൾക്കാരൊക്കെ ഒന്ന് വളർന്നു വരും അല്ലേ? പുള്ളി ആദ്യം വർക്ക് ചെയ്ത് പെയിൻറ്റിങ് ഷോപ്പിലായിരുന്നു അല്ലേ? അവിടെ നിന്ന് പണിയൊക്കെ പഠിച്ച് എക്സ്പീരിയൻസ് ആയ ശേഷമാണ് സ്വന്തമായിട്ട് കടയിട്ട് ഇപ്പോൾ ഒരു മുതലാളിയായി നിൽക്കുകയാണ്. അപ്പോൾ ഇതുപോലെ നമ്മൾ ഒരു ദിവസം ഒരു വലിയ ഓഫീസൊക്കെ ഇട്ട് KLTN വ്ളോഗ് എന്ന് പറഞ്ഞ് ചെയ്യാൻ പോകണം. എന്താണ് പ്രോഡക്റ്റ്? ഇൻഷുറൻസ് തന്നെ, വേറെ തോന്നുന്നല്ലേ? അപ്പോൾ നിങ്ങൾക്ക് ആർക്കും ഹെൽത്ത് ഇൻഷുറൻസ് ആവശ്യമുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യുക. ഹെൽത്ത് ഇൻഷുറൻസ്, വണ്ടിയുടെ ഇൻഷുറൻസ്, പിന്നെ ടേം ഇൻഷുറൻസ്, അങ്ങനെ കുറേ ഇൻഷുറൻസ് വർക്ക് ചെയ്യുന്നുണ്ട്. ആർക്കും ആവശ്യമുണ്ടെങ്കിൽ ഈ നമ്പറിൽ 8089529674 നമ്പർ വിളിച്ചാൽ മതി, അല്ലെങ്കിൽ വാട്സാപ്പ് അയക്കാം. ഓക്കെ, അതുകൂടെ പറഞ്ഞേക്കാം. എൻ്റെ പ്രൊമോഷൻ ഞാൻ എല്ലാ വ്ളോഗും പറയും. അപ്പം വാ, എന്തെങ്കിലും കാണിക്കതൊക്കെ. അത് വേറെ എന്തൊക്കെ ഉണ്ട് സാധനങ്ങളകത്ത്? അപ്പോൾ ഇത് പിന്നെ വിപിൻ്റെ വൈഫാണ്. പേര് പറയുമെന്ന് കാണോണ്ടാ? പേര് പറയാൻ മീനു അല്ലേ? ഓക്കെ. വർക്ക് എങ്ങനെയുണ്ട്? ജോലിയൊക്കെ രണ്ടും ഒന്ന് തന്നെ, വർക്കും ജോലിയൊക്കെ. ജോലി എങ്ങനെ ഉണ്ട് പറ? കുഴപ്പമില്ല. പ്രഷറുണ്ടോ? ഇല്ല. വഴക്ക് പറയും ഇടയ്ക്കിടയ്ക്ക് പറയല്ലേ? എന്തെങ്കിലും തെറ്റിപ്പോയാൽ മതി. നീ അത് ചെയ്യാത്തത്, ആ ബില്ല് അടിക്കാത്തത്. ഇന്ന് പോകേണ്ട ബില്ലായിരുന്നു അത്, പൈസ പോയി. ഇല്ല, എങ്ങനെ പറയാം? ഇല്ല അങ്ങനെ പറയില്ല. അതൊക്കെ പറഞ്ഞ അകത്തോട്ട് എന്തൊക്കെ ഉണ്ട് സംഭവം? മെഷീൻസാ? മിക്സിംഗ് മെഷീൻ ഉണ്ട്. മിക്സിംഗ് മെഷീൻ കാണിച്ചോ? എനിക്ക് ഇതിപ്പം ബിർള ഓപ്പസിന്റെ മെഷീനാണ്. ഇതിലിപ്പം മിക്സിംഗ് ഒന്നും രാവിലെ വലുതായിട്ടൊന്നും വന്നില്ല, അതുകൊണ്ട് പിന്നെ ഇതൊന്നും ഓണാക്കിയില്ല. നമ്മൾ മെയിനായിട്ട് കൂടുതലും പോകുന്ന ഏഷ്യൻ്റെ മിക്സിംഗ് ആണ് കൂടുതലും പോകുന്നത്. അപ്പോൾ ഞാൻ അതിൽ മിക്സിംഗ് ചെയ്യണം എങ്ങനെ കാണിച്ചു തരാം. ഇതാണ് ഏഷ്യൻ പെയിൻറ്റ്സിൻ്റെ മെഷീന്. നമുക്ക് ഇതിനൊരു സോഫ്റ്റ്വെയർ ഉണ്ടാവും മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്, കളർ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സോഫ്റ്റ്വെയർ ഉണ്ടാവും. നീ എന്നെ ഈ ഷെയ്ഡ് കാർഡിൽ നിന്ന് ഇതിപ്പോൾ പുറത്തേക്ക് അടിക്കാൻ നിനക്കൊരു കളർ വേണമെന്ന് പറഞ്ഞിട്ട് മഞ്ഞ കളർ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ല അങ്ങനെയല്ല. ഈ ഷെയ്ഡ് കാർഡിൽ അവരുടെ തന്നെ കുറെ ഷെയ്ഡ് ഉണ്ട്. ഇപ്പൊ ഇതിൽ ഈ ഒരു കളറാണ് നിനക്ക് വേണ്ടതെന്ന് വെച്ചാൽ, നിനക്ക് പുറത്തടിക്കുക ഇതിലൊരു 20 ലിറ്റർ വേണമെന്ന് വെച്ചു. ആദ്യം നമ്മൾ കമ്പ്യൂട്ടറിൽ ഇതിന് അവർ തന്നെ ഒരു സോഫ്റ്റ്വെയർ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഈ മെഷീനകത്ത് നിറച്ച സ്റ്റെയിനറാണ്. കണ്ടോ? മജന്ത, ബ്ലൂ, ഓറഞ്ച്, അങ്ങനെ ഒരുപാട് സ്റ്റെയിനർ ഉണ്ട്. എല്ലാ കളറും ഈ ഒരു കളറാണ് നീ സെലക്ട് ചെയ്തെങ്കിൽ എല്ലാ കളറിന്റെ പേരുണ്ടാവും, പേരും അടിക്കണം. ഈസിയാണ്. ഉറപ്പായിട്ടും ചെയ്യാം, നിനക്കും ചെയ്യാം. മെയിനായിട്ട് പിന്നെ ന്യൂ എടുക്കണം. ഇപ്പോൾ ഈ പുറത്തേക്കുള്ളതിൽ തന്നെ പല ക്വാളിറ്റി സാധനമുണ്ട്. അത് പെയിന്റർമാർക്ക് അറിയാൻ പറ്റും. നമ്മൾ തന്നെ പറയുമ്പോൾ ഒരു 5 വർഷത്തെ വാറണ്ടി ഉള്ള സാധനം എന്ന് പറയുമ്പോൾ നമുക്കൊരു സാധനമുണ്ട്, അത് നമ്മൾ പറഞ്ഞിട്ട് ആ സാധനത്തിൽ അടിക്കുക. ഒരുപാട് സാധനമുണ്ട് അകത്തേക്കും പുറത്തേക്കും അടിക്കാൻ. പുതിയ കളർ കൊടുക്കുക, ഈ കളറിന്റെ കോഡോടെ അടിക്കുക. അപ്പോഴും അവർ തന്നെ ഒരു ബേസ് കാണിക്കും. ഈ ബേസ് നമ്മളിവിടെ സ്റ്റോക്ക് ഉണ്ടാവും. പിന്നെ അത് കഴിഞ്ഞിട്ട് ക്യാൻ സൈസ് കണ്ട, ഇതിൽ 1 ലിറ്റർ ആണോ, 4 ലിറ്റർ ആണോ, 20 ലിറ്റർ ആണോ, 10 ലിറ്റർ ആണോ എന്നുള്ളത് നമുക്ക് സെലക്ട് ചെയ്യാം. ഇതാണ് ഈ അവൈലബിൾ ആയിട്ട് വരുന്ന ക്യാൻ. റെഡി ആയിട്ട് കമ്പനിയിൽ നിന്ന് വരുന്നു 1, 4, 10, 20. ഈ ക്യാൻ സൈസ് മാത്രമേ വരുള്ളൂ. അപ്പോൾ ഇതാ ഈ സൈഡിൽ കണ്ട ഈ കളറിന് വേണ്ടുന്ന സ്റ്റെയിനർ ഏതൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓറഞ്ച് ആണ്. ഓറഞ്ച് 240, യെല്ലോ ഓക്സൈഡ് 60, മജന്ത 10. ഈ 3 കളറും കൂടെ ഈ ഒരു ബേസിൽ കട്ട് ചെയ്ത് വെച്ചിട്ട് മിക്സ് ചെയ്ത് ഈ ഷേക്കർ വേണ്ട,
ഷേക്കറിനകത്ത് ഷേക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഈ കളർ കിട്ടും. ഇപ്പൊ വേറെ മിക്സിംഗ് ഇല്ല. അല്ലെങ്കിൽ ഞാൻ ഒരു ഡെമോ കാണിച്ചു തരാം. നമുക്കിവിടെ സ്പീഡായിട്ട് പോകുന്ന ഒരു കളർ ഉണ്ട് മാച്ചിലൂടെ എന്ന് പറഞ്ഞിട്ട്. അത് ഞാൻ ഒരെണ്ണം അടിച്ചു കാണിച്ചു തരാം. ഇതൊരു ബേസ് ആണ്, മഞ്ഞ ബേസ്. ഇതിനെ നമ്മൾ മറ്റേ ഒരു ഓടിന്റെ കളറാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ്. ബേസ് ആയിട്ട് വരുന്ന വേറെ കളർ നമ്മൾ ഈ സ്റ്റെയിനറും കൂടെ ആഡ് ചെയ്യുമ്പോൾ വേറെ കളർ വേണ്ട. ഇതൊരു മഞ്ഞ ബേസ് ആണ്. ആദ്യം നേരത്തെ ചെയ്ത പോലെ മറ്റേ ഫോർമുല സെലക്ട് ചെയ്ത് ഞാൻ നേരത്തെ വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നേരെ ഇവിടെ ഒരു നമ്മൾ ഇങ്ങനെ വെക്കുമ്പോൾ ഇവിടെ ഇതിൽ 2 സംഭവം കാണുന്നുണ്ട്. അതിന്റെ ഇടയിൽ ആ ചുവപ്പ് സംഭവം, അതിന്റെ നടുക്കായിട്ട് സ്റ്റെയിനർ വീഴും. ഇതിപ്പോ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇനിയിപ്പോ ഓക്കെ എടുക്കണം. അതെ അതെ. ഇതിലിപ്പോ 2 സ്റ്റെയിനറാണ് ആഡ് ആവാനുള്ളത്. 2 മിക്സിംഗ് അല്ലേ? അതെ. 2 പെയിന്റ്സ്. ഇനി ചെയ്യേണ്ടത് ഷേക്ക് ചെയ്യണം. ഇനി അബോർട്ട് ചെയ്യണം. സലികുമാർ പറയില്ലേ അബോർട്ട് ചെയ്യാൻ വേണ്ടിട്ട്. എന്നാ നീ പോയി അബോർഷൻ ചെയ്യടാ എന്ന് വെച്ചാ കലക്കടാ, നീ കലക്ക്. എന്നിട്ട് ഈ ഷേക്കർ ഉണ്ടല്ലോ, ഇതാണ് ഷേക്കർ. പിന്നെ മറ്റേ അടിയിൽ മറ്റേ റബ്ബർ ആയതുകൊണ്ട് പെട്ടെന്ന് അങ്ങനെ പൊട്ടില്ല. 2 സൈഡിൽ ലോക്ക് ആക്കിയിട്ട് ഷേക്ക് ആവുന്നുണ്ടോ? ഷേക്ക് ആവണെങ്കിൽ അതെ, നമുക്ക് ഇത്ര സമയം മതിയാവും. എന്നിട്ട് ഓഫ് മതി. അല്ല, അങ്ങനെ വലിയ സമയം വേണ്ടി നമുക്കൊരു ഉദ്ദേശിച്ച സമയമുണ്ട്. നേരത്തെ മറ്റേ മഞ്ഞ ബേസിലും തുറക്കുമ്പോൾ കളറ് മഞ്ഞ എന്നുള്ളത് ഈ ഒരു കളറായിട്ട് മാറി. അതായത് പഴയ ഓടിന്റെ ഷീഡാ. പണിയൊക്കെ ഉടനെ 10 മിനിറ്റ് എത്ര തിരക്കുണ്ടെങ്കിലും പുള്ളിക്കാരൻ സോഫ്റ്റ് ആയിട്ട് പെരുമാറി നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ സൂപ്പറാ ചെയ്തു. അപ്പോൾ പോകാം, നമുക്ക് വീട്ടിൽ പോകാൻ സമയമായി. വീട്ടില്ല, വേറെ അങ്ങോട്ട് പോകാം. അടുത്തത് പോകാൻ പ്രവീണൻ്റെ വീട്ടിൽ പോകണമെന്ന് പറഞ്ഞിരിക്കുകയാണ്. പുള്ളിക്കാരൻ വിളിച്ചു ചോദിച്ച് പുള്ളിക്കാരൻ പുറത്ത് നിൽക്കുകയാണെന്ന് പറഞ്ഞത്. ഇപ്പോൾ വരാൻ സമയമാവും. അതുകൊണ്ട് നമ്മൾ വീട്ടിൽ പോകണോ അതോ വേറെ എവിടെയെങ്കിലും പോകണോ എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ആലോചിക്കാം. ആദ്യം അവർക്ക് ടാറ്റ പറയാം, കഴിക്കാൻ സമയം അവർക്ക്. പോകാം, വിഷം നിൽക്കുകയാണ്. ടാറ്റ. മീനു അല്ലേ? ടാറ്റ മീനു. വിജോയ് ടാറ്റ, ബൈ ബൈ, സീ യു. അപ്പോൾ ഹാപ്പി അഡ്വാൻസ് ഓണം. നിങ്ങൾക്ക് ആർക്കെങ്കിലും പെയിൻറ്റ് ആവശ്യം ഉണ്ടെങ്കിൽ ഇവിടെ വന്നാൽ മതി. വിജയ് പെയിൻറ്റ്സ്, തച്ചോട്ടുകാവ് ജംഗ്ഷനിലാണ് വരുന്നത്. ഫോൺ നമ്പർ ഇതാണ്, കണ്ടല്ലോ, ഈ നമ്പർ വിളിച്ചാൽ മതി. പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി, സൈറ്റ് ഡെലിവറി ഉണ്ട്. അപ്പോൾ നിങ്ങൾ വിളിച്ച് പറഞ്ഞാൽ മതി, നമ്മൾ സൈറ്റിലുണ്ട് എത്തിക്കും അല്ലേ? ഓക്കെ, അതാണ്. കാരണം എല്ലാവർക്കും ഇങ്ങോട്ട് വരാൻ പറ്റൂല, ദൂരം കൂടുതലല്ലേ. അതുകൊണ്ട് വിളിച്ച് പറഞ്ഞാൽ മാത്രം മതി, എല്ലാം സെറ്റാക്കാം. ഓണം വരെയല്ലേ, അടിച്ച് പൊളിക്കണ്ടേ? നിങ്ങളുടെ വീടും നിങ്ങളുടെ പരിസരമൊക്കെ നല്ലപോലെ വൃത്തിയായിരിക്കണമെങ്കിൽ വിജയ് പെയിൻറ്റ്സിൻ്റെ പെയിൻറ്റ് വേണം. തള്ളിവിടെ ആയിരിക്കും. അപ്പോൾ ഓക്കെ, പോവാം. സമയം ബാ, ഒരു ഹായ് പറ. ഓക്കെ, ഈ ഹായ് പറഞ്ഞ പുള്ളി നമ്മളെ വ്ളോഗ് കാണുന്ന ആളാണ് സ്ഥിരമായിട്ട്. എല്ലാവരും കൊണ്ടുവരണല്ലേ വ്ളോഗിൻ്റെ അകത്ത്. കമോൺ. സുഖം താനാ? പേരെന്നാ? പാണ്ടിനെ? എൻ്റെ പാണ്ടിയത് വിജയ് പാണ്ടിയാ? തങ്ക പാണ്ടി. விஜய் ஃபேன் நீங்கள்? ஓகே, சாப்பிட்டேன். இல்லை சாப்பிட போகிறேன். இங்கே என்ன இருக்குது சாப்பிட்றது? പപ്സ് இருக்குது, വേറെ സാൻഡ്വിച്ച് இருக்கா? ഓക്കെ, സാൻഡ്വിച്ച് സാപ്പിടலாம். അപ്പോൾ തങ്ക പാണ്ടിയാണ് നമ്മളെ വീഡിയോ കാണുന്ന, പണ്ടോട്ട് കാണുന്ന ആളാണ്. പണ്ട് റീച്ച് കുറവായിരുന്നു, ആ സമയത്ത് പോലും നമ്മൾ സപ്പോർട്ട് ചെയ്ത് നമ്മളൊരു എന്താ പറയുക, അത്രയ്ക്കൊരു അനിയനെ പോലെയാണല്ലേ. പുള്ളി തമിഴാണ്, ശിവകാശിയാണ് പുള്ളിയുടെ ഊര്. അപ്പോൾ വേല എപ്പടി പോകുന്നത്? ഇല്ല, സൂപ്പറാണ് പോകുന്നത്. അപ്പോൾ ഞാൻ ഇടയ്ക്ക് ഇങ്ങോട്ട് ഓട്ടം വരുന്ന സമയത്തൊക്കെ, സൊമാറ്റോ വരുന്ന സമയത്തൊക്കെ ഇവിടെയാണ് കയറി വെള്ളം കുടിക്കണത്. ഇപ്പം ഇങ്ങോട്ട് ഓട്ടം അടിക്കുന്നില്ല, കാരണം നമ്മളെ സോൺ അങ്ങോട്ട് മാറ്റി കഴിഞ്ഞു. ഇപ്പം അങ്ങോട്ട് ട്രിവാൻഡ്രം സെൻട്രലാക്കി. ഓക്കെ, കഴിക്കാനാ? നല്ല വിശപ്പുണ്ട്. സാൻഡ്വിച്ച് ആൻഡ് ട്രോപ്പിക്കാന ജ്യൂസ്. സത്യം പറഞ്ഞാൽ കമ്പനിയിൽ കഴിക്കാൻ പാടില്ല, നമുക്ക് ഇവിടെ ഇതൊക്കെ ഉള്ളൂ. ട്രോപ്പിക്കാൻ വലിയ കുഴപ്പമില്ല. ഞാൻ ഇപ്പോൾ നിർത്തി കമ്പനി ആയിട്ടൊക്കെ. ഇപ്പോൾ ഓൺലി ഫ്രഷ് ജ്യൂസ് കുടിക്കോളൂ. ஓகே, போட்டா, டாட்டா, பாபா, சி யூ. சாப்பிட்டீங்களாண்ணா? சாப்பிடல, கொண்டு வராங்க. ஓகே, ஊருக்கு எப்போ போக எடுத்த? நீ ஊருக்கு தீபாவளி தான். അപ്പോൾ അത് വരെ ഇങ്ങനെ தான். പാപ്പാക്കാ, താങ്ക് യു. ഇത് നമ്മളെ വൈശുവിന് തന്നിരിക്കുകയാണ്. വൈശുവിന് ഗിഫ്റ്റ് തന്നെ. അതാ, ഒരുപാട് എമോഷണൽ ഫീലാണ് സത്യം പറഞ്ഞാൽ ഈ സമയത്തൊക്കെ. നമ്മളിതുപോലെ ഓരോ ആൾക്കാർ കാണുമ്പോഴേ അവർ കാണിക്കുന്ന ആ സ്നേഹം ഉണ്ടല്ലോ. നമ്മൾ വെറുതെ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങളൊക്കെ അവർക്ക് എന്തോ ഒരു ചെയ്യാണ് മനസ്സിനകത്ത്. നമ്മൾ യൂട്യൂബ് തുടങ്ങി വലിയ ഗ്രോത്ത് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയൊന്നും ആയിട്ടില്ല. എന്നാലും ഒരുപാട് നല്ല ബന്ധങ്ങൾ കിട്ടി ഇതുപോലെ. ഉണ്ടാ, എവിടെ പോയാലും നമുക്ക് വേണ്ടി ആ ഒരു സ്നേഹവും സപ്പോർട്ടും ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. നല്ല ഭയങ്കര തങ്കപ്പാണ്ടി. ഇപ്പോൾ നേരെ പ്രവീൺചേട്ടൻ്റെ വീട്ടിൽ പോകുന്നു. അവിടെ കുറച്ച് നേരം നമ്മൾ നിൽക്കുന്നു. അവിടെ നേരെ വീട്ടിലോട്ട് പോകും. അത്ര തന്നെ. ഓക്കെ, വീടെത്താറായിട്ടുണ്ട്. പ്രവീൺചേട്ടൻ്റെ വീട്. ചേട്ടാ ഉണ്ടോ എന്തോ? വിളിച്ച് നോക്കട്ടെ ആദ്യം. ബെല്ലടിച്ച് നോക്കുമ്പോൾ വണ്ടി വീഴോ? ചരിഞ്ഞിരിക്കുകയാണ്.
ഇവിടെ ആരുമില്ലേ? ആ ഇത് പോയില്ലേ സ്കൂളിൽ? പോയിട്ട് വന്നാ? എക്സാമോ നേരത്തെ കഴിഞ്ഞല്ലേ? ഉണങ്ങിപ്പോയ ആള്. ആര് ഇത്? പാത്തു. വീട്ടിൽ പാത്തു അല്ലേ പേര്? പല്ല് വന്നാ? കണ്ടു കുറേ ദിവസമായല്ലേ? കാണ ആ ഇന്ന് ഓണാഘോഷമാണെന്ന് പറഞ്ഞ്. അപ്പം അത് കഴിഞ്ഞ് നേരെ ഒന്ന് വിളിക്കാൻ പോകണം, അല്ലെങ്കിൽ സ്കൂൾ ബസ് കൊണ്ടാക്കും വീട്ടിൽ കൊണ്ട്. പട്ടി അവിടെ ആക്കി അപ്പം? ഹായ്. ആ അറിയാമല്ലേ എന്നെ മറന്നില്ല അപ്പം. കുറച്ച് വളർന്നല്ലേ? ഷൂരിക്കോട്ടെ പോരാ. എന്ത് തീരുമാനിക്കണത്? പാത്തല്ലേ വീട്ടിൽ പേര്? ഓക്കെ ഓക്കെ. അവൾക്കും പല്ല് പോയിട്ട് അതുപോലെ വൈശുവിന് ഫ്രണ്ടിൽ 2 പല്ല് പോയി താഴെയായിട്ട്. ഞാൻ പിന്നെ ചുമ്മാ ഇറങ്ങിയെന്ന്. ഒരു കൂട്ടുകാരൻ്റെ കട ഉണ്ടായിരുന്നു, പെയിൻറ്റിങ് ഷോപ്പ്. അവിടെ പോയി ചെറിയ പ്രൊമോഷൻ, പിന്നെ ഇവിടെ വരാൻ വിചാരിച്ചു. വന്ന് കുറേ ദിവസമായി. ഇന്ന് വർക്കായിട്ട് പോയതാ പ്രജാട്ടെ. ഇന്ന് വർക്കാ പ്രജാട്ടിന്. ഇവിടെ പോയെന്ന് പറഞ്ഞ് ലുലു മാളിലാ. ഇടയ്ക്ക് ബൈക്ക് കൊണ്ട് പോകില്ല എവിടെയെങ്കിലും പ്രൊമോഷനായിട്ടൊക്കെ? ആണല്ലേ, കാറിലുണ്ട്. അതാ ബൈക്ക് ഇടയ്ക്കല്ലേ. ആ പ്രജാട്ടാ എവിടെ പോയത്? എത്ര നേരം ഉണ്ടാവും? സമയത്ത് ഞാൻ കഴിക്കട്ടെ. ഇങ്ങനെ നടക്കണത് നമ്മുടെ ഒരു ഷോറൂമിന്റെ വർക്ക് നടക്കുന്നുണ്ട്. പുതിയ ട്രിവാൻഡ്രം ഷോറൂം പറഞ്ഞത് അതാ? അവിടെയൊക്കെ പോയിട്ട് കറങ്ങിയിരിക്കുന്നു. ഇപ്പോൾ ട്രിവാൻഡ്രത്ത് പുതിയ ഷോറൂം വരാൻ പോയാണ് ബജാജിന്റെ. അതൊക്കെ പറയാം. സസ്പെൻസ്. ശരി. ഞാൻ വന്നത് 10 അരമണിക്കൂറായില്ല. അല്ല, ഞാൻ സുധീഷുമായിട്ട് അടിച്ചു എന്നൊക്കെയാണ് പറഞ്ഞത്. അതെ, നമ്മൾ തമ്മിൽ അടിച്ച് പിരിഞ്ഞിരിക്കുകയാണ്. മിണ്ടാന്നില്ല അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലേ? എന്താ കമന്റ് ബോക്സ് എന്താ കേൾക്കണം? അങ്ങനെയാണ് ഇങ്ങനെയാണ് അങ്ങനെയൊന്നും ഒന്നുമില്ല. ലാസ്റ്റ് റൈഡ് പോയില്ലേ? ആ സുധീഷ് വേറെ തെറ്റിപ്പോയില്ലേ? ആ വഴി തെറ്റിപ്പോയി ഞാൻ. അത് കുഴപ്പമൊന്നുമില്ല. ഇവരെങ്ങനെ പറയുള്ളവരൊക്കെ. അത് നിങ്ങൾ കാര്യമാക്കല്ലേ. നമ്മൾ ഭയങ്കര സ്നേഹമാണ്. ഇതെന്റെ അനിയനെ പോലെയാണ്. അത്ര തന്നെ അനിയനാണ്. നമ്മള് ഒരു പ്രശ്നവുമില്ല. പിന്നെ അവരവരെ തിരക്കുകൾ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാനായിട്ട് ചിലപ്പോൾ അല്ലെങ്കിൽ ബ്ലോഗ് വരാനൊക്കെ ലേറ്റ് ആവും. ഇനി പൂർവാധികം ഭംഗിയുള്ള ശക്തിയോടെ വരും. ദിവസം വിളിക്കും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും. മെസ്സേജ് അയക്കും, ചാറ്റ് ചെയ്യും, എല്ലാ കാര്യങ്ങളുണ്ട്. എല്ലാം അറിയിക്കാൻ പറ്റും എപ്പോഴെപ്പോഴായിട്ട്. ഇതുപോലെ വ്ളോഗിങ് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ വന്ന് അല്ലെങ്കിൽ മീറ്റിംഗ് കാണിക്കും. അതുകൊണ്ട് ആരും തെറ്റിദ്ധരിക്കാൻ പാടില്ല. നമ്മൾ ഭയങ്കര സ്നേഹമാണ്. സത്യം പറഞ്ഞാൽ ഭയങ്കര മോട്ടിവേഷൻ ആണ് ചേട്ടനെ കാണുമ്പോൾ. അതാണ് നമ്മൾ എടുക്കേണ്ടത് മെയിനായിട്ട്. അല്ലാതെ നമ്മൾ അങ്ങനെ ഒരിക്കലും കാണാൻ പാടില്ല ഒരാളെ. അപ്പോൾ ഇതാണ് പുതിയ ക്യാമറ നമ്മൾ പ്രവീൺ ചേട്ടൻ്റെ ഓസ്മോ അല്ലേ? ലീജയാ പോക്കറ്റ് 3 ആണ്. ഇത് നമ്മുടെ മോട്ടോ വ്ളോഗിൽ ഉപയോഗിക്കാൻ പറ്റില്ല. ഇത് കയ്യിൽ വെച്ചിങ്ങനെ ഉപയോഗിക്കാം അല്ലേടാ? ചെസ്റ്റ് കൊണ്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. ചെസ്റ്റ് കൊണ്ട് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഇത് റോബോട്ടിക് പോലെ അല്ലേ? ഇങ്ങനെ വെച്ചോ, ഇങ്ങനെ. ആ ഓ സെൽഫി ഇങ്ങനെ കൊടുത്താൽ മതി. തന്നെ ഇത് കയ്യിൽ ഒതുങ്ങിയിരിക്കും. ഓ ഗിംബൽ പോലെ അറിയില്ല. അപ്പോൾ ഇതാണ് GoPro 9. നമ്മളെ സെയിം ക്യാമറ തന്നെ ഇത് വാങ്ങിച്ചിട്ടുണ്ട്. അങ്ങനെ 2 ക്യാമറ ആയിട്ട് നമ്മൾ പ്രവീൺ ഇറങ്ങിയിട്ടുണ്ട്. മിക്കവാറും നമുക്ക് കോമ്പറ്റീഷൻ ആവും. നമ്മളൊക്കെ മാറി നിൽക്കേണ്ട തന്നെ, ഇങ്ങനെ കയറിപ്പോവും. അപ്പോൾ ഇത് GoPro 9 കൂടെ വേറെ സംഭവമൊക്കെ ഉണ്ട്. എന്തൊക്കെ ഇത്? റെക്കോർഡ് ബട്ടൺ ഉണ്ട് കേട്ടോ. നമുക്കൊന്നുമില്ല. ഇപ്പോൾ ക്യാമറ അവിടെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്യാമറയെ പോയി അമർത്തേണ്ട ആവശ്യമില്ല. ഇതിൽ നിന്ന് ബ്ലൂടൂത്ത് വഴി ആക്സസ് ചെയ്യാൻ പറ്റും. ഇതൊന്നും നമുക്കൊന്നുമില്ല. എന്ത് കാണിക്കണം എന്താ GoPro ടീമുകളൊക്കെ. ഇതൊരു കോംബോ പാക്കാണ്. ഇപ്പോൾ എക്സ്ട്രാ പൈസയാവും ഇതൊക്കെ പൈസ അല്ലേ? ഇപ്പോൾ എന്താണ് ഓണത്തിന് പരിപാടികളൊക്കെ? ഒരു വ്ളോഗ് ഉണ്ടോ? ഓണ വ്ളോഗ് കാണും. അപ്പോൾ കഴിക്കാൻ സമയമായിട്ടുണ്ട്. മണി ഇത്ര ഇപ്പം? മണി വന്നിട്ട് 3:30 മണിയായി. ഇപ്പോഴാണ് ആരും കഴിക്കണത്. ബെസ്റ്റ് കഴിച്ചാൽ ഉച്ചയ്ക്ക് എന്തെങ്കിലും വേറെ എന്തെങ്കിലും ലേറ്റായി കഴിച്ചാൽ കുഴപ്പമില്ല കേട്ടാ. പക്ക അവിടെയാ? ഞാൻ കഴിക്കും. ഉള്ളിപ്പൊക്കെ അവിടെ മിച്ചർ കഴിക്കും ചോറിനോട്. ടേസ്റ്റാണ്. കഞ്ഞിയും കോഫിയാ? എന്തോന്ന് കോംബോ അത്? ഒരു സൂപ്പർ കോംബോ ഇറക്കിയിട്ടുണ്ട്. കഞ്ഞിയും കോഫിയും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ അടുത്തിന് ബാത്റൂം ഉണ്ടെങ്കിൽ വേറെ വിഷയമില്ല കേട്ടോ. കഞ്ഞിയും കോഫിയും കൊള്ളാം, നല്ല കോംബോ. ഇല്ല കോഫി ലാസ്റ്റ് കുടിക്കാം കുറച്ച് കഴിഞ്ഞിട്ട്. കൊള്ളാം നന്നായി. ഞാൻ കഴിക്കുന്നത് എനിക്ക് കഞ്ഞി ഇഷ്ടപ്പെട്ടില്ല. രാത്രി കഞ്ഞി കുടിക്കും. കഞ്ഞിയും ചമ്മന്തി ബെസ്റ്റ് അല്ലേ? ഇതിന് ആച്ചാറ് ഇതൊക്കെ എത്ര ആഴ്ച മടുക്കില്ല ചേട്ടാ. കഞ്ഞിയും പഴകഞ്ഞിയൊക്കെ തിന്നുകൊണ്ടിരിക്കുക അത്ര ഉണങ്ങി. മെയിനായിട്ട് ഷുഗറിൻ്റെ പ്രശ്നം മാത്രമേ ഉള്ളൂ. കഞ്ഞി പക്കാവട ആയി വേണം. കഞ്ഞിയും കോഫിയും ഇപ്പം വേണ്ട കുറച്ചായിട്ട്. ഇനി കോപ്പ ഉണ്ടാ കഞ്ഞി? നമുക്ക് എന്തും കോമ്പ അലകയും മത്തിക്കറിയും പോലെ. കോഫി അങ്ങനെ അങ്ങനെയാണ്. അങ്ങനെ റിവ്യൂ ഉണ്ട്. ഫുഡ് റിവ്യൂ കൊള്ളാന്ന് പറഞ്ഞാൽ പറ്റും. വേറെ വഴിയില്ല അല്ലേ? കുറച്ച് കോഫി കഴിച്ചാൽ അടിപൊളി. ഇതിന്റെ ഗുണം എന്ന് പറഞ്ഞാൽ ഇത് പെട്ടെന്ന് ദഹിക്കും. അതാണ് അരി പൊടിച്ചിട്ടാണ് ദഹിക്കുന്നതാണ്. നമുക്ക് അങ്ങനെ ഫുഡ് അടിയെല്ലാം കഴിച്ചിട്ടുണ്ട്. നല്ല വയറ് വെച്ച് കഴിച്ച് കഞ്ഞിയും കോഫിയും പിന്നെ പക്കവട ഉണ്ടായിരുന്നു. നേരെ മോളോട്ട് പോവുകയാണ്. മോള് ഹോം തിയേറ്റർ ഉണ്ട്. ഹോം തിയേറ്ററല്ല, ഒറിജിനൽ തിയേറ്റർ പോലത്തെ ഒരു ഹോം തിയേറ്ററാണ്. അപ്പോൾ അതെന്തായാലും കാണാൻ ഭയങ്കര ആഗ്രഹം. ഫസ്റ്റ് ടൈമാണ് ഹോം തിയേറ്റർ കാണാൻ പോകുന്നത്. വാ അടിപൊളി സൂപ്പർ. മൊത്തം എത്ര സീറ്റ് ഉണ്ട്? 1 2 3 6 സീറ്റ്. സംഭവം സെറ്റ് കേട്ടോ. തിയേറ്റർ പോലെ അല്ലേ ഓൾമോസ്റ്റ്. ഇത് എക്കോ ഇല്ലേ? ആ റൂമിൽ കയറി ഫീൽ ചെയ്യില്ല. ഓ ഈ സ്പോഞ്ച് പോലത്തെ അല്ലേ?
ഈ മെറ്റീരിയൽ തൊട്ട് നമ്മൾ സൗണ്ട് എക്കോ അടിക്കാതെ കറക്റ്റ് സെറ്റ് ചെയ്യും. അടിപൊളി കേട്ടാ സംഭവം. തിയേറ്റർ തന്നെ അല്ലേ? തിയേറ്ററിൽ പോകേണ്ട ആവശ്യമില്ല നീ ഇവിടെ നിന്ന് പടം കാണാം. പക്ഷെ പുതിയ പടം വരില്ല അല്ലേ, സമയം എടുക്കും. നമുക്ക് ബാലടി വേണോ ഇവിടെ ഇരിക്കണോ? അത് ആദ്യം ഇവിടെ നിന്ന് വാ. സൂപ്പർ, പൊളി പൊളി. വാവ് വാവ്. ഏയ് ബാക്കി പോയിരിക്കാം. ഇതും കൊള്ളാട്ടാ. വാവ് സൂപ്പർ. ഇതാണ് കറക്റ്റ് വ്യൂ അല്ലേ? യൂട്യൂബ് കാണാൻ പറ്റില്ല ഇവിടെ നിന്ന്. ഇവിടെ നിന്ന് നമ്മളെ വ്ളോഗ് കാണാത്. നമ്മളെ വ്ളോഗ് ഇവിടെ നിന്ന് കാണാം തിയേറ്ററിൽ. അതായാലും മതി. ഇത് അപ്പോൾ ഇന്നൊരു ഫുൾ ഡേ ചലഞ്ച് ചെയ്യാൻ പോവുകയാണ്. 14 ഓർഡറിന് 200 രൂപ, 22 ഓർഡറിന് 325 രൂപ. അപ്പൊ ഇതിൽ ഏത് കളിക്കാൻ പറ്റുന്ന അറിഞ്ഞൂടാ, ഓടി നോക്കാം മാക്സിമം. അപ്പൊ ജീവിതത്തിൽ എന്ത് കഷ്ടപ്പെട്ടാലും നഷ്ടപ്പെട്ടാലും ഓരോ നിമിഷം ലൈഫ് അടിച്ച് പൊളിക്കണം. കാരണം ഒരൊറ്റ ലൈഫേ ഉള്ളൂ. എല്ലാ പേജ് കട്ടൊക്കെ നിൽക്കണം. പോലോ സൗണ്ട് അപ്പാ സംഭവം സെറ്റ് ചേട്ടാ. മാസമായിരിക്കണം അല്ലേ ഇവിടെ കാണാൻ. നമ്മൾ അവിടെ ടി വിയിൽ ഫോണിൽ കാണാനൊന്നുമില്ല. ഇവിടെ വന്ന് കാണാൻ സൗണ്ട് എഫക്റ്റ്, ആ ഒരു വിഷ്വലൊക്കെ വേറെ ലെവലിൽ. നമ്മളത് സിനിമക്കാരെ ഫീൽ ആയിരിക്കണം. ഒരു രോമാഞ്ചം ആ ഫീൽ ഉണ്ടാവണം അല്ലേ കാണും ഇവിടെ നിന്നാണിപ്പോൾ. വോളിപ്പോൾ നൈറ്റ് ഓഫ് ചെയ്യണോ? നൈറ്റ് അപ്പോൾ ഈ തിയേറ്ററിൽ പോകേണ്ട ആവശ്യമില്ല. പടം കാണണമെങ്കിൽ നേരം കൊണ്ട് വന്നാൽ മതി. പിന്നെ പുതിയ പടം റിലീസാവില്ല, ആവശ്യമുണ്ടല്ലേ. ബാക്കിയുള്ള 1 മാസം കഴിഞ്ഞാൽ വരുമല്ലോ OTT-യിൽ. ആ പടം അവിടെ നിന്ന് കാണാം. അണ്ണാ പൊളി അണ്ണാ, പൊളി. ഒരു രക്ഷ. തിയേറ്റർ പോലെ ഇത്ര ഫിറ്റില്ലേട്ടാ. അടിയിൽ വൈബ്രേഷൻ ഉണ്ട് സീറ്റ് അടിയിലൊക്കെ. അവരാ ചെയ്തത്. എയർസ് പ്ലസ് തിയേറ്ററിൽ വർക്ക് ചെയ്ത ആൾക്കാരാണ് ഇവിടെ വർക്ക് ചെയ്തിരിക്കുന്നത്. അതേപോലത്തെ സൗണ്ട് എഫക്റ്റും എല്ലാം വൈബും ഉണ്ട് അല്ലേ. സംഭവം പൊളിയണ. സമയമില്ല, അന്ന് വല്ലപ്പോഴും കാണാമായിരുന്നു. 4 ദിവസം കൊണ്ടാണ് ഒരു സിനിമയെ കാണുന്നത്. ആണാ എന്റെ ആ വ്ളോഗ് കണ്ടപ്പോൾ എന്തിനാ വേറെ ഫീൽ അല്ലേ. ഓ സൗണ്ട് എഫക്റ്റ് ഭയങ്കരമായിക്കണ്. ഞാൻ ഒരു ഇതായി പോയി. ഞാൻ സിനിമ കയറിയത്. സുധീഷ് ഇത്രയ്ക്ക് നല്ല രീതിയിലാണോ സംസാരിക്കുന്നത്? അതാണ് ഞാൻ അവിടെ ടി വിയിൽ പോകാൻ കാണാൻ രസമില്ല. പക്ഷെ ഇതിൽ കാണുമ്പോൾ ആ ഒരു സൗണ്ട് ക്വാളിറ്റിയും ആ ഒരു മ്യൂസിക് അടിപൊളിയാണ്. ഒരു മാസ് ഫീൽ കേട്ടാ. രോമാഞ്ചം എന്ന് പറയില്ല, ഇതൊക്കെയാണല്ലേ നമ്മൾ ഹീറോ ആയിട്ട് കാണുന്ന ഫീൽ ആയിരുന്നു. നമ്മൾ സിനിമ എടുക്കട്ടാ. എന്ത് പറയുന്നു? നമുക്ക് സിനിമ എടുത്താലോ? നമ്മളെ ഇവിടെ നിങ്ങളെ ഹീറോ ആക്കാം. നമ്മളെ സൈഡ് റോള് എന്ത് പറയുന്നു? മറ്റേ സന്തോഷ് പണ്ഡിറ്റ് നമുക്ക് സൂപ്പർ എടുക്കാം. ഞാൻ ശരി ഡയറക്ടറാണ്. സുധീഷിന് സിനിമ ബ്ലോഗ് ഇതൊക്കെ പറ്റും. എനിക്ക് വന്നിട്ട് ബിസിനസ് ചെയ്യുക, പിന്നെ കുടുംബം നോക്കുക, അങ്ങനെയൊന്നുമില്ല, യാത്രകൾ പോവുക. കെട്ടുന്ന ടൈമിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റില്ല. ഈ സിനിമ എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കും പോലെ അല്ല. സിനിമ എന്ന് പറഞ്ഞാൽ അതിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത് നമ്മൾ നിൽക്കണം. എത്രയോ അലഞ്ഞു തിരിഞ്ഞിട്ടായിരിക്കും ഇന്ന് കാണുന്ന നടന്മാരും സംവിധായകരും ഒക്കെ വന്നത്. അവർ എത്രമാത്രം അലഞ്ഞു കാണുന്നു. നമുക്കൊന്നും അങ്ങനെ ചെയ്യാം. ഇല്ലെങ്കിൽ നമ്മൾ ഷോർട്ട് കട്ട് പോകണം. ഷോർട്ട് കട്ട് പോയാൽ അതിനൊരു വില ഉണ്ടാവും. അത് ചിലപ്പോൾ 1-2 സിനിമയിൽ അങ്ങ് തീരും. ഒരു കത്തൽ കത്തും അങ്ങ് തീരും. കത്താതെ തന്നെ അണഞ്ഞു പോണ സാധനങ്ങൾ. നമ്മളിത് കണ്ട ഉടനെ നമ്മളിങ്ങനെ ഒരു ആഗ്രഹം അത്ര തന്നെ. സുധീഷിനെ പറ്റും. സുധീഷ് അഭിനയിച്ച പിന്നെ ഒരു നടന് വേണ്ട എല്ലാ കാര്യങ്ങളും ഉണ്ടാകും. അപ്പൊ ഞാൻ സിനിമ കയറല്ലേ. ഞാൻ സിനിമയിൽ പോയത് തന്നെ വർക്കൗട്ട് ആകാത്തോണ്ടല്ല. കുറെ സിനിമയിൽ ഷൂട്ടിംഗ് പറഞ്ഞില്ലേ, ജൂനിയർ ആർട്ടിസ്റ്റിനെ പോയപ്പോ. അപ്പൊ ചില പറഞ്ഞ കഴിവ് വേണം. നല്ല കഴിവ് ഉണ്ടെങ്കിലേ ബന്ധങ്ങൾ വേണം. ബന്ധങ്ങളല്ല, കഴിവ് തന്നെ വേണം. കഴിവ് വേണം. പിന്നെ അതുപോലെ സിനിമ ഫീൽഡ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും പിടിച്ചിരിക്കാൻ പറ്റിയ സാധനം. കുറച്ച് ത്യാഗം ചെയ്യണം അല്ലേ. ചിലയിടത്ത് വിട്ടുവീഴ്ച ചെയ്യണം. ഇൻസൾട്ട് ഒരുപാട് പറയുന്നത്. ഒരുപാട് ഇൻസൾട്ട് ഉണ്ടാവും. നമ്മളെ ഒരുപാട് ചീത്ത വിളിക്കും എല്ലാവരും ഉപയോഗിച്ച്. നമ്മൾ കേൾക്കാൻ തയ്യാറാണെങ്കിൽ. പക്ഷെ നമ്മൾ ഒരു ലെവലിൽ പോയി കഴിഞ്ഞാൽ പിന്നെ വേറെ വിഷയമില്ല. നമുക്ക് ഈ സിനിമ നടനാകുന്നതിനേക്കാളും സിനിമ കാണുന്നതായിരിക്കും നല്ലത്. പിന്നെ നമുക്ക് വിലയിരുത്താം. നമ്മളെ ആരെങ്കിലും വിലയിരുത്തിയാൽ നമുക്ക് സഹിക്കില്ല. അതല്ലേ വ്ളോഗിൽ കമന്റ്സ് വിലയിരുത്തണം. അല്ല, എനിക്ക് അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി. കാര്യം എന്നറിയുമോ, ഞാൻ എൻ്റെ സ്വഭാവം അനുസരിച്ച് ഞാൻ ആർക്കും സാമ്പത്തികം നോക്കിയിട്ടോ അല്ലെങ്കിൽ വേറെ ഒന്നും നോക്കിയിട്ടില്ല. എനിക്ക് എൻ്റെ അനിയന്മാരെന്ന് പറഞ്ഞൊരു ഗ്യാങ് ഉണ്ട്. അതേ ഒരു ഇതിൽ ഞാൻ സുധീഷിനെ കണ്ടതാണ്. സുധീഷിനെ കൊണ്ട് എനിക്കും എന്നെ കൊണ്ട് സുധീഷിനും ഒരു പ്രയോജനം. നമ്മള് നിൽക്കുമ്പോൾ ഒരു സന്തോഷം. പിന്നെ ലാസ്റ്റ് പൊന്മുടി റൈഡിൽ സംഭവിച്ചെന്താണ്, നമ്മളെ ഈ ബൈക്കുകൾ സ്വാഭാവികമായിട്ടും എല്ലാം CC കൂടിയ ബൈക്കുകളാണ്. സുധീഷിന് കൂടെ പിടിക്കാൻ പറ്റൂല. പിന്നെ അതുപോലെ പല വേറൊരു ഫുഡ് കഴിക്കാൻ എന്താ മാറിയിരുന്നു എന്നുള്ളത്. നമ്മളിപ്പോ ഒരു ടേബിളിന് ചുറ്റും 5 ചെയർ ഉണ്ടെങ്കിൽ 5 പേര് ഇരുന്ന് കഴിഞ്ഞാൽ അടുത്ത ചെയറിലെ എനിക്ക് അങ്ങനെ ഒരു ഫീൽ ഉണ്ടായില്ല. എനിക്ക് സുധീഷ് വ്ളോഗുമായിട്ട് ഇതായതുകൊണ്ട് ഞാനും എന്റെ മൈൻഡിൽ എന്താ കണ്ടന്റ് എടുക്കണം സൂപ്പർ ആയിട്ട്. അതാ എന്റെ മാത്രം മൈൻഡുള്ളൂ. ഇങ്ങനെ ഇത് മനസ്സാവാചം അറിയാത്ത കാര്യം വന്നപ്പോഴും എനിക്ക് അതാണ് ഞാൻ സുധീഷിനെ വിളിച്ചു വന്നത്. സുധീഷ് ഭയങ്കര വശമായി ഒരുപാട്. ഇപ്പൊ ഞാൻ ഡിലീറ്റ് ചെയ്താ വീഡിയോ എടുത്ത്. പിന്നെയാണ് ഈ ചേട്ടൻ പറഞ്ഞ അങ്ങനെ ഡിലീറ്റ് ചെയ്യാൻ പാടില്ല സുധീഷ്. അത് ഡിലീറ്റ് കഴിഞ്ഞാൽ പിന്നെയും ഒരു ഇഷ്യൂ ഉണ്ടാവും. ആൾക്കാർക്ക് പിന്നെ എന്തെങ്കിലും തോന്നും മനസ്സിനകത്തൊക്കെ.
ഇല്ലാത്ത കാര്യങ്ങൾ എല്ലാവരും അവനവൻ ജോലി ചെയ്ത് അവനവന്റെ കഴിവനുസരിച്ച് ജീവിച്ചു പോകുന്ന ആൾക്കാരാണ്. അത് ഒരാൾ അങ്ങനെയായി ഒരാൾ ഇങ്ങനെയായി എന്ന് പറഞ്ഞ് നമ്മൾ ആരും വിമർശിക്കാനും പോകരുത്, ആരുടെ അസൂയപ്പെടാനും പോകണ്ട. നമ്മളെല്ലാരും ഒരേപോലെ പോവുക. നമ്മൾ എടുക്കേണ്ട നല്ല കാര്യങ്ങൾ നല്ല കാര്യങ്ങൾ എടുക്കും, നല്ല കാര്യങ്ങൾ എടുക്കും. എല്ലാ മനുഷ്യർക്കും മോശം കാര്യങ്ങളും കാണും, നല്ലതും കാണും. നല്ലതൊക്കെ മാക്സിമം എടുക്കും, മോശം കാര്യം തള്ളികളാം. എന്റെ ജീവിതത്തിൽ ഞാൻ അതേ പഠിച്ചിട്ടുണ്ട്. ഞാൻ നമ്മൾ സഹായിച്ചതും നമ്മൾ കൂടെ കൊണ്ടുവരുന്നതായിട്ടുള്ള എത്രയോ പേര് നമ്മളെ തന്നെ കുത്തിയിട്ട് പോയിട്ടുണ്ടെന്ന് അറിയാമോ. അപ്പം നമുക്കത് സ്വാഭാവികമായിട്ടും വിഷമം തോന്നും. എന്നാലും നമ്മളിത് നിർത്തൂല, ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. ഇങ്ങനെ പുതിയ പുതിയ ആൾക്കാരെ കാണുന്നു, പരിചയപ്പെടുന്നു, അവരെ സഹായിക്കുന്നു, അല്ല അവരെ കൂടെ നടക്കുന്നു, അവരെന്നെ സഹായിക്കുന്നു. എൻ്റെ തുടക്കകാലത്ത് എന്നെ ഒരുപാട് പേര് സഹായിച്ചിട്ടാണ് ഞാൻ ഈ ലെവലിലോട്ട് വന്നത്. അതുകൊണ്ട് ഞാൻ കാരണം വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ഗുണം ഉണ്ടാവണമെങ്കിൽ ഉണ്ടാവണം. പിന്നെ വേറൊരു കാര്യം, നമ്മൾ ഇതൊക്കെ കാണിക്കും. നമ്മളിപ്പോൾ നമ്മളെ ജീവിതത്തിലുണ്ടായ ഇത് ഇപ്പം ഉദാഹരണം പറഞ്ഞാൽ ഈ തിയേറ്റർ ഇപ്പം ഒന്ന് കാണിച്ചു. ഇത് ഉണ്ടാക്കാനായിട്ട് ഒന്ന് ഒരു പാഷൻ, രണ്ട് അതിനു വേണ്ടിയുള്ള സാമ്പത്തികം ഉണ്ടാക്കുന്നതിൻ്റെ ബുദ്ധിമുട്ട്, ഇതൊക്കെ പല കാര്യങ്ങളും തരണം ചെയ്തായിരിക്കും നമ്മളിതൊക്കെ ചെയ്യണത്. ഒരൊറ്റ നോട്ടത്തിൽ ഒരാൾ ഇത് കണ്ടിട്ട് പറയുമോ അവന് പൈസയുണ്ട്. അതെങ്ങനെയാ ഇന്ന് കാണുന്നതേ പറയുള്ളൂ, ഇവർ എന്ത് കഷ്ടപ്പെട്ട് വന്നെന്ന് നോക്കില്ല. അതാണ് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ളത്. കോടികൾ കയ്യിലുള്ള ആളിനും ഒരു താല്പര്യം തോന്നിയാൽ അവൻ എന്തും ചെയ്യുള്ളൂ. 10-20 തിയേറ്റർ ചെയ്യാൻ ഇതുള്ള ആസ്തിയുള്ള ആൾക്കാർ ചിലപ്പോൾ തിയേറ്റർ ചെയ്യില്ല. കാര്യം അവൻ അങ്ങനെ ഇരുന്ന് സിനിമ കാണാൻ താല്പര്യം. അതേപോലെ ബൈക്ക്, അവനൊരു ഭയങ്കര വലിയൊരു സൂപ്പർ ബൈക്ക് എടുക്കാനായിട്ട്, വില കൂടിയ സൂപ്പർ ബൈക്ക് എടുക്കാനുള്ള കഴിവ് കാണും, പക്ഷെ അവൻ എടുക്കൂല. കാര്യം അവൻ അതിൽ താല്പര്യം. എന്നാൽ ഒരു സാധാരണ ഒരു ബൈക്ക് എടുത്തുകൊണ്ട് പോകുന്ന ആളിന് സൂപ്പർ ബൈക്ക് എടുക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അവൻ അതിനുവേണ്ടി അധ്വാനിക്കും, അത് അവൻ എടുക്കും. അത് അവന്റെ പൈസയുടെ അഹങ്കാരമല്ല, അത് അവന്റെ പാഷനാണ്, അവന്റെ പിന്നെ എന്താ പറയുക ആഗ്രഹം, അത് പൂർത്തീകരിക്കുക. ചില കാര്യങ്ങൾ നമ്മൾ പൈസ നോക്കി ചെയ്യണതല്ല, നമ്മുടെ മനസ്സിന് സന്തോഷം തരുന്ന ഒരു കാര്യം, അത് നമ്മൾ വാല്യൂ ചെയ്യാൻ പാടില്ലടാ. ഇനി തൊട്ട് കണ്ടല്ലോ നമ്മളിപ്പോ ഒന്നായിട്ടുണ്ട്, ഇനി എപ്പോഴും ഒന്നായിരിക്കും. നിങ്ങൾ ആവശ്യമില്ലാതെ കമന്റ്സ് ഇടാന്നല്ലേ. അപ്പം ഓക്കെ, സന്തോഷമായി. അപ്പോൾ അടുത്ത വ്ളോഗ് ഉണ്ട്, പ്ലാനിലേക്കാണ് ഇപ്പം. അത് കൺഫേം ആയിട്ട് നമ്മൾ പറയാം അല്ലേ. അതിപ്പോ ഒരു അരമണിക്കൂർ കൺഫേം ആവും. ഒരു ചെറിയ ട്രിപ്പാണ് അല്ലേ. എവിടെ പോകണം നമ്മള്? അതൊന്നും പറയണ്ട, ഇപ്പം പറയണല്ല, അത് തീരുമാനിച്ചിട്ടില്ല. വണ്ടി എടുക്കുന്നു, ഇറങ്ങുന്നു, എങ്ങോട്ടെങ്കിലും പോകും. എന്താണോ മൂഡ്. ചിലപ്പോൾ ഇവിടെ നിന്ന് ജംഗ്ഷനിൽ പോയിട്ട് വരുമായിരിക്കും, ചിലപ്പോൾ കൊടൈക്കനാലിൽ പോകും. അങ്ങനെയൊക്കെ ഉണ്ട്, ഐഡിയ ഉണ്ട്, പറയാം. എന്തായാലും ഈ ഓണത്തിന് അല്ലേ കുറച്ച് ബ്ലോഗ്സ് ഉണ്ട് എല്ലാവർക്കും സൂപ്പറായിട്ട് ചെയ്യാനായിട്ട്. ഓക്കെ, പറ അഡ്വാൻസ് ഹാപ്പി ഓണം പറ. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇപ്പോൾ കണ്ട ആൾക്കാരൊക്കെ നമ്മളെ തമ്മിലുള്ള ആ ഒരു പ്രശ്നം ഉണ്ടോ, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും പ്രോബ്ലത്തിലായിരുന്നു എന്നുള്ളതിന് ഒരു സൊല്യൂഷൻ കിട്ടിക്കാണുമല്ലോ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഓണം ആശംസിക്കുന്നു. ആരും പരസ്പരം പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതെ സന്തോഷമായിട്ട് നല്ല രീതിയിൽ കുടുംബമായിട്ട് അടിച്ചു പൊളിച്ചൊരു ഓണം കൊണ്ടാടുക. ഹാപ്പി അഡ്വാൻസ് ഓണം. ഹാപ്പി ഓണം. അഡ്വാൻസ് ഹാപ്പി ഓണം. അഡ്വാൻസ് ഹാപ്പി ഓണം രണ്ടുവന്നീനല്ലേ. ശരി, ഓഫ് ഇടാ, കൈ ഇടക്കണം. അപ്പോൾ ഇതാണ് പ്രവീൺ ചേട്ടൻ്റെ കുടുംബ വീട്. അങ്ങനെ പ്രവീൺ ചേട്ടൻ 2 ബൈക്ക് വാങ്ങിച്ചിട്ടുണ്ട്. ഒന്ന് അപ്പോൾ ഇതാണ് ജാവ ബോബർ 420L അല്ല, എത്ര CC? 300 CC, 350 CC ബൈക്കാണ്. സിംഗിൾ പസങ്ങൾക്ക് പറ്റിയ ഒരു ബൈക്കാണ് ഈ ബൈക്ക് അല്ലേ. ഫസ്റ്റ് ഗിയർ താഴോട്ട് സെക്കൻഡ് നമ്മളെ പോലെ തന്നെ. അപ്പോൾ ബൈക്ക് സെറ്റാണ്. ഇത്തിരി വെയിറ്റ് കൂടുതലാണ് ബൈക്ക് കേട്ടോ. ബുള്ളറ്റ് പോലെ തന്നെ അല്ലേ ജാവ. നല്ല ഒതുങ്ങിയിട്ടുണ്ടല്ലോ സൈസ് അല്ലേ. അത് നല്ല സൈസുള്ള ആൾക്കാർക്ക് ഓടിക്കാം, സാധാരണ നോർമൽ ആൾക്കാർക്ക് ഓടിക്കാം പറ്റിയ ബൈക്കാണ്. എത്ര വലിയ വെയിറ്റുള്ള ബൈക്ക് ആയാലും ശരി, നമ്മൾ ബാലൻസ് ചെയ്ത് ഓടിക്കുമ്പോൾ ഇരിക്കുള്ളൂ, വേറെ വിഷയമൊന്നുമില്ല. അപ്പോൾ അപ്പുറത്ത് വേറെ ബൈക്കുണ്ട്, ഹാർലി ഡേവിഡ്സന്റെ. ഏത് ബൈക്ക് അത്? ഫാറ്റ് ബോബ്. ആ ബൈക്ക് സ്റ്റാർട്ട് ആവുമ്പോൾ ചെറിയൊരു ഇഷ്യൂ ഉണ്ട് ബൈക്കിൻ്റെ. അത് എന്തോ ഒരു സെൻസർ ഇഷ്യൂ ആണ് അല്ലേ. ജാവയുടെ ബ്രാൻഡ് ഒരു ബ്രാൻഡാണല്ലേ. പണ്ടൊക്കെ ജാവ ബൈക്ക് എന്ന് പറയുമ്പോൾ ഭയങ്കര ഫേമസ് ആണ്. ഇപ്പോൾ ഇപ്പം കുറേ മോഡൽ വന്നതുകൊണ്ട് ജാവ എടുത്ത ആൾക്കാർ മാത്രമേ എടുക്കുള്ളൂ. അവർക്ക് ആ ബ്രാൻഡിനുള്ള ഇഷ്ടം കൂടുതലാണ് കേട്ടാ. ഏതാണ് ഇഷ്ടമുള്ള ബ്രാൻഡ്? ജാവയാണോ ഹാർലിയാണോ? എനിക്ക് എല്ലാ ബൈക്കും ഇഷ്ടമാണ്. എല്ലാ ബൈക്കും ഇഷ്ടമാണ്. എങ്ങനെയുണ്ട് ബൈക്ക് ഓടിച്ചപ്പോൾ? ബൈക്കോളാം, നല്ല ബൈക്ക്. ഇവിടെ കൊണ്ടൊന്ന് ഓടിക്കാനും പാർക്ക് ചെയ്യാനും ഒക്കെ നല്ല എളുപ്പമാണ്. അപ്പോൾ ഇതാണ് ഹാർലി ഡേവിഡ്സന്റെ ഫാറ്റ് ബോബ്. ഇത് അതേ മോഡൽ ലുക്കാണ്. 1600 CC ബൈക്കാണ്. അത് പുതിയ ബൈക്ക്, ഫ്രഷ് എടുത്താണ്, സെക്കൻഡ് ഹാൻഡ് ബൈക്കാണ്. അപ്പോൾ ഇതൊരു കളക്ഷനിൽ വെച്ചിട്ടുണ്ട്. ഡിസ്ക് ബ്രേക്ക് 2 ഉണ്ട്, ഇവിടെ ഉണ്ട്, അപ്പുറത്തുണ്ട്. 2 ഡിസ്ക്കാണ്. ചെയിൻ സ്പ്രോക്കറ്റ് ഒന്നുമില്ല. ഇതാണ് ബെൽറ്റ്. അപ്പോൾ എന്തായാലും ഈ ബൈക്ക് ഓടിക്കാൻ പറ്റൂല, കാരണം തൊട്ട് കഴിഞ്ഞാൽ എല്ലാം അടിക്കുകയാണ്, സെൻസർ കംപ്ലൈൻ്റ് ആക്കിയാണ്. അവിടെ കിടക്കട്ടെ. ഓക്കെ, അപ്പോൾ നമുക്ക് വണ്ടി ഓടിച്ച് നോക്കാം. ജാവ 350. നമ്മുടെ ബൈക്ക് 150 CC ആണ്. ഇത് 350 CC ബൈക്കാണ്. പുതിയ ബൈക്ക് ആയതുകൊണ്ടേ ഹാൻഡിൽ വിത്ത് സേഫ്റ്റി എന്ന് പറയും പോലെ പയ്യെ ഓടിച്ചു നോക്കാം. അപ്പോൾ ഈ വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മുമ്പായിട്ട് ക്ലച്ച് പിടിച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന പറഞ്ഞിരിക്കുന്നത് ന്യൂട്രൽ കിടന്നാൽ പോലും. ഈ വണ്ടി ഹാൻഡിൽ നല്ല വീതിയുണ്ട്.
ഓടിക്കുമ്പോൾ ഒരു ഹാർലി ഡേവിഡ്സൺ വണ്ടി ഓടിക്കുമ്പോൾ കേട്ടോ. ഇത് ആ ബൈക്ക് പോലെ ആവില്ല, ചുമ്മാ പറയണമെന്നുള്ളൂ. ഇതൊരു ബുള്ളറ്റ് മോഡൽ വണ്ടി ആയാലും ഓടിക്കുമ്പോൾ ഒരു സ്പോർട്ടീവ് ലുക്കാണ് ഈ ഫീൽ ചെയ്യണം. അദ്ദേഹം പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ എൻ്റെ ബൈക്ക് ഓടിക്കാൻ സ്പീഡിൽ പോകുന്നില്ല, ഒരു മയത്തിലാണ് പോണത്. കാരണം നമ്മൾ ബൈക്ക് അല്ലാത്തതുകൊണ്ടാണ്. കുറച്ചൊരു ഓടിച്ച് കഴിഞ്ഞാലേ നമ്മൾ വണ്ടിയുടെ സെറ്റ് ആയിക്കോളൂ. പിന്നെ നമുക്ക് നമ്മളെ ഇഷ്ടപ്പെടി വണ്ടി ഓടിക്കാം. പിന്നെ വണ്ടിയുടെ വൈബ്രേഷൻ കുറച്ചൊരു ഫീൽ ആവുന്നുണ്ട്. ചിലപ്പോൾ ഹൈവേയിലൊക്കെ ഓടിക്കുമ്പോഴേ നല്ല സ്മൂത്ത് ആയിരിക്കും വണ്ടി ഓടിക്കാനായിട്ട്. ഇതൊക്കെ ഹൈവേയിലായിരിക്കും ഓടിക്കണം, എങ്കിലേ ഇതിൻ്റെ കറക്റ്റായ ഒരു പെർഫോമൻസ് അറിയാൻ പറ്റുള്ളൂ. ഉണ്ടാവും ഇപ്പോൾ കുറച്ച് സ്പീഡ് എടുക്കുമ്പോൾ സൂപ്പറായിരുന്നു. വാവ് സൂപ്പർ. ശരിയാണ് കേട്ടോ, വണ്ടി സ്പീഡിൽ പോയാലേ വണ്ടിയുടെ പെർഫോമൻസ് അടിപൊളിയാകണല്ലോ. ഓക്കെ, വീട്ടിലേക്ക് വന്നാച്ച്. ഈ സൈഡിൽ നല്ല ഹീറ്റ് ഫീൽ ചെയ്യുന്നുണ്ട്. അതെന്ന് പറയുമ്പോൾ നമ്മളിവിടെ സെക്കൻഡ് ചാർട്ടിൽ മാറി പോവല്ലേ, അപ്പോൾ ആ ഗിയറിൽ പോകുമ്പോൾ വണ്ടി ഹീറ്റ് ആവും. ഞാൻ നിങ്ങളുടെ പാത്ത് സ്മാർട്ടാണ്. സൈക്കിളൊക്കെ ഓടിക്കാൻ പഠിച്ച് എനിക്ക് വയസ്സ് ഇതുപോലെ പഠിപ്പിക്കണം സൈക്കിളൊക്കെ. മണി കറക്റ്റ് 6 മണിയാവാതെ നമ്മൾ വീട്ടിൽ പോകാൻ സമയമായിട്ടുണ്ട്. അതിന് മുമ്പായിട്ട് ഈ ഒരു കാര്യം കാണിച്ചിട്ട് പോകാം. നമ്മുടെ പ്രവിച്ചാൽ ജിം എവിടെയാണ്? തിയേറ്ററിൻ്റെ അടുത്ത് തന്നെ, ബാക്കിൽ തിയേറ്റർ തൊട്ടടുത്ത് തന്നെ ജിമ്മുള്ളത്. അപ്പോൾ ഇത് കാണിക്കാൻ വിട്ടുപോയി. അപ്പോൾ ഇത് കാണിച്ചിട്ട് പോയേക്കാം. കുറച്ച് വർക്കൗട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ 1000 വീട്ടിൽ നിന്ന്. അതേ പറഞ്ഞാൽ വീട്ടിൽ എനിക്ക് സമയമില്ല മെയിനായിട്ടത്. കാരണം എൻ്റെ ഇത്രയും ജോലി ചെയ്ത് വരുമ്പോൾ വർക്കൗട്ട് ചെയ്യാൻ സമയമില്ല. പക്ഷേ ഇത് കണ്ടപ്പോൾ ഒരുപാട് 1000 തോന്നി വർക്കൗട്ട് ചെയ്യാനായിട്ട്. ഒന്ന് ചെറിയ സാമ്പിൾ നോക്കിയിട്ട് പോകാം. ഇത് ചെയ്യണമെങ്കിൽ നല്ല ആംബിയർ ഉണ്ട്, ഹാൻഡ് പവർ നല്ല വേണം. അതുപോലെ പെട്ടെന്ന് കയറി ചെയ്ത് കഴിഞ്ഞാൽ എനിക്കിവിടെ കഴുത്ത് കുളിക്ക് പിടിക്കും. ആ പ്രശ്നം പണ്ടുണ്ടായിരുന്നെങ്കിൽ നമുക്ക് ട്രൈ നോക്കിയെന്നുള്ളൂ. ഒന്ന് ചെയ്യാം, കൂടിപ്പോയാൽ 3 ചെയ്യാം, 4 ചെയ്ത് കഴിഞ്ഞാൽ പിടിക്കും. അതുകൊണ്ട് ഇതൊക്കെ ഒരുപാട് ബോഡി വെയിറ്റ് കുറച്ചിട്ട് നല്ല ഹാൻഡ് പവർ കൂട്ടിയിട്ട് ശേഷമേ കയറാൻ പാടില്ല തോന്നാം. ഒന്ന് പിടിച്ചോട്ടെ. വേണ്ട, കഴുത്ത് കുളിക്ക് പിടിച്ചിട്ടാണ് ജോലി പോകില്ല. ഈ ഏടൊക്കെയുള്ള ഡംബിൾസ് ആണ്. എന്താണ് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് സാധനമാണ് ഈ സാധനം. കാരണം കൈ മസിലാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സംഭവം. അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നല്ല കൈ മസിൽ കൂടും. ഇങ്ങനെയും ചെയ്യാം, അതേ സമയത്ത് ഇങ്ങനെയും ചെയ്യാം. മസിലുണ്ട, പടക്കണ്ട മസിൽസ്. വർക്കൗട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇന്നത്തെ. ഇപ്പം നാളെ ചെയ്യാം മതി. എന്തായാലും വന്ന സ്ഥിതിക്ക് ജിമ്മ് കണ്ടപ്പോൾ വർക്കൗട്ട് ചെയ്യാൻ തോന്നി. അപ്പോൾ എൻ്റെ വീട്ടിൽ ഒരു വെയിറ്റ് ലിഫ്റ്റ് വേണം. ഇത്രയും വേണ്ട, ഒരു വെയിറ്റ് ലിഫ്റ്റ് വേണം എനിക്ക്. അങ്ങനെ ഹാംസിന് ചെയ്യും, ട്രൈസെപ്സിന് ചെയ്യും, ഷോൾഡറിന്. ഇങ്ങനെ സത്യം പറഞ്ഞാൽ ഒരു ഒറ്റ എക്യുപ്മെന്റ് മതി, നമുക്ക് എല്ലാം സൂപ്പർ ചെയ്യാൻ പറ്റും. ഇതിങ്ങനെ ഉണ്ടെങ്കിൽ കുറച്ച് സൗകര്യം കൂടുതലായിരിക്കും. വല്ലവന് പുല്ലുമായതെന്ന് പറയും പോലെ എങ്ങനെയാണ് വർക്കൗട്ട് ചെയ്യാം, അത് നമ്മളിഷ്ടം പോലെ. നമ്മൾ ചെയ്യുന്ന ജോലി ചെയ്യുന്ന വർക്കൗട്ടാണ്. ഇപ്പോൾ ബോഡി വിത്ത് മസിൽസ് കാണിക്കാൻ പോയാണ്. Whether it's working or shots, give it all that I got. You can watch me work in my element. Anyone in the way is irrelevant. You wanna cross me, cool, not intelligent. Cause I don't. ഇതൊക്കെ ഭയങ്കര ആയിരമാണ് സത്യം പറയാൻ. ഇതൊക്കെ കാണുമ്പോൾ ഒരു ചെയ്യണമെന്ന് തോന്നി. ഇത്ര തന്നെ എന്തെങ്കിലും ക്രിഞ്ച് ഉണ്ടെങ്കിൽ ക്ഷമിച്ചേക്കണം. ഓക്കെ, അപ്പോൾ എൻ്റെ സമയമായിട്ടുണ്ട്. മണി ഇപ്പം 7 മണിയാവും അല്ലേ. ഞാൻ വീട്ടിൽ പോകണം. അത്ര അധികം വേറൊന്നും പറയാനും കാണിക്കായിട്ടൊന്നുമില്ല. കുറച്ച് പറഞ്ഞ് ലാഗ് അടിച്ച് കാണുന്നുണ്ടെങ്കിൽ ക്ഷമിക്കണം. അല്ലേടാ, കുറേ പറഞ്ഞില്ല ചേട്ടാ ഇപ്രാവശ്യം. എനിക്ക് ഒരു ആവേശം ഞാൻ പറഞ്ഞില്ല, ആവേശം പറഞ്ഞ ലംഘനനാണ്. ആവേശം വരും. കണ്ട അമ്മോ, നമ്മളൊന്നൊന്നുമല്ല. ശരി, എന്തിയാ വേറെ പറയാനില്ല. പാത്തു നീ പറയണ്ട. പാത്തു സ്റ്റാർട്ടിങ് മുതൽ എൻ്റെ മ്യൂട്ടാണ്. ഒന്നും ഉണ്ടല്ലോ, നീ പറയണ്ട. ചേച്ചി ഇവിടെ ചേച്ചി വരാൻ പറയില്ലാത്ത ചേച്ചി. അപ്പോൾ ഓക്കെ, എൻ്റെ ഞാൻ പോകണ്ട, വേറെ പറയാനില്ല ചേച്ചി. ഓക്കെ, അത്ര തന്നെ. ജീവിതത്തിൽ എന്ത് കഷ്ടം വന്നാലും നഷ്ടം വന്നാലും ഓരോ നിമിഷവും ലൈഫ് അടിച്ച് പൊളിക്കണം. കാരണം ഒരൊറ്റ ലൈഫ് ഉള്ളതാ, ഒരു ലൈഫ് ആയിട്ട് മാക്സിമം എൻജോയ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാ പേജി കട്ടൊക്കെ നിൽക്കണം അല്ലേ, ഒന്നും പറയണ്ട. പറഞ്ഞു എല്ലാവരും മനസ്സും ഓക്കെ.